ഞങ്ങളുടെ കൊക്കിലെ ജീവൻ പോലെ തന്നെ പ്രധാനമാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. അന്തസ്സും ആത്മാഭിമാനമുള്ള ജീവിതവും ഞങ്ങളുടെ കേവലമായ മനുഷ്യാവകാശങ്ങൾ അംഗീകരിക്കപ്പെടുക എന്നതും ഞങ്ങൾക്ക് സ്വന്തം ജീവിതത്തേക്കാൾ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇസ്രായേൽ നേതാക്കളുമായി ഫലസ്തീൻ പോരാളികൾ ചർച്ച നടത്തണമെന്ന് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അവർക്ക് കീഴടങ്ങണമെന്നല്ലേ? ഇസ്രായേൽ നേതാക്കളോട് ഞങ്ങൾ സംസാരിക്കുക എന്നാൽ അത് കഴുത്തും വാളും തമ്മിലുള്ള സംഭാഷണമാണ്. പതിറ്റാണ്ടുകളായി അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ഫലസ്തീനുകളുടെ മരണം ഒഴിവാക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ഇസ്രായേൽ നേതാക്കളോട് സംസാരിച്ചു കൂടെ എന്ന ചോദ്യത്തിന് ഫലസ്തീൻ വിപ്ലവകാരി ഗസ്സാൻ കനഫാനി നൽകിയ മറുപടിയാണിത്. 1970 ഒക്ടോബറിൽ, അതായത് കൃത്യം 55 വർഷങ്ങൾക്ക് മുൻപ് ഇതേ മാസമാണ് ABC ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ കനഫാനി ഈ മറുപടി നൽകിയത്. ഇത്രയധികം ദുരന്തങ്ങളും മരണങ്ങളും സംഭവിച്ചിട്ടും എന്തുകൊണ്ട് ഫലസ്തീനുകൾ കീഴടങ്ങുന്നില്ല എന്ന ചോദ്യത്തിന് 50 വർഷങ്ങൾക്കിപ്പുറവും നൽകാവുന്ന മറുപടിയായിരുന്നു ഈ അഭിമുഖത്തിൽ കനഫാനി നൽകിയത്. സ്വന്തം ജീവനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് ഫലസ്തീനിന്റെ സ്വാതന്ത്ര്യമെന്ന് പ്രഖ്യാപിച്ച ഗസ്സാൻ ഫായിസ് കനഫാനി ആരായിരുന്നു? നമുക്ക് പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇന്ന് അധിനിവേശ ഇസ്രായേലിന്റെ ഭാഗമായ നേരത്തെ ഫലസ്തീൻ ഭൂമിയായിരുന്ന അക്ക എന്ന തീരദേശ നഗരത്തിൽ 1936 ഏപ്രിൽ 8 കനഫാനി ജനിച്ചത്. ഒരു മിഡിൽ ക്ലാസ് സുന്നി മുസ്ലിം കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അഭിഭാഷകനായിരുന്നു പിതാവ് ഫായിസ് അബ്ദുൾ റസാഖ്. ഫലസ്തീൻ ദേശീയ പ്രസ്ഥാനങ്ങളുടെ സജീവ പ്രവർത്തകനായിരുന്ന ഫായിസ് അബ്ദുൾ റസാഖ് കനഫാനി കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയും ജൂത കുടിയേറ്റത്തിനെതിരെയും പ്രതികരിച്ചതിന്റെ പേരിൽ നിരവധി തവണ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 1948 ഒന്നാം നക്ബയിൽ മഹാഭൂരിഭാഗം ഫലസ്തീനുകളെയും പോലെ കനഫാനിക്കും ഫലസ്തീനിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ആദ്യം ലെബനനിലേക്കും പിന്നീട് സിറിയയിലെ ഡമാസ്കസിലേക്കും പലായനം ചെയ്ത കനഫാനിയുടെ കുടുംബം ഡമാസ്കസിൽ സ്ഥിരതാമസമാക്കി. പലായനം ചെയ്യപ്പെട്ട എല്ലാവരെയും പോലെ ദരിദ്ര പശ്ചാത്തലം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും. ഡമാസ്കസിൽ പിതാവ് ഫായിസ് അബ്ദുൾ റസാഖ് അഭിഭാഷക പ്രാക്ടീസ് ആരംഭിച്ചെങ്കിലും ആൺമക്കളുടെ പാർട്ട് ടൈം ജോലിയിൽ നിന്നുള്ള വരുമാനം കൂടി ആ കുടുംബത്തിന്റെ മുന്നോട്ടു പോക്കിന് ആവശ്യമായി വന്നു. ഡമാസ്കസിൽ വെച്ചാണ് കനഫാനി തന്റെ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. പിന്നീട് 1952 അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന UN ഏജൻസിയായ UNRWAയുടെ അധ്യാപക സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി. പിന്നീട് അഭയാർത്ഥി ക്യാമ്പിലുള്ള 1200-ലധികം ഫലസ്തീൻ കുട്ടികളുടെ അധ്യാപകനായി. ഇവിടെ വെച്ചാണ് കനഫാനി തന്റെ ജീവിത ലക്ഷ്യം ഫലസ്തീന്റെ വിമോചനമാണെന്ന് ഉറപ്പിക്കുന്നത്. അഭയാർത്ഥി ക്യാമ്പിലെ കുട്ടികൾക്ക് പരമ്പരാഗത രീതിയിൽ അക്ഷരം പഠിപ്പിക്കുകയായിരുന്നില്ല കനഫാനി ചെയ്തത്. എന്താണ് തങ്ങളുടെ ജീവിതമെന്നും നമ്മൾ എങ്ങനെ അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തിപ്പെട്ടെന്നും നമ്മുടെ ഭൂമിയും ജീവിതവും ആരാണ് അപഹരിച്ചതെന്നും കനഫാനി ക്യാമ്പുകളിലെ കുട്ടികളെ പഠിപ്പിച്ചു. ചെറുകഥകളിലൂടെയാണ് അദ്ദേഹം കുട്ടികൾക്ക് മുന്നിൽ തങ്ങളുടെ ജീവിതത്തെ അടയാളപ്പെടുത്തി നൽകിയത്. കനഫാനി എന്ന സാഹിത്യകാരന്റെ ജനനം കൂടിയായിരുന്നു അഭയാർത്ഥി ക്യാമ്പിലെ അധ്യാപക ജീവിതം. ക്യാമ്പിലെ അധ്യാപക ജീവിതം തുടർന്നുകൊണ്ടിരിക്കെ തന്നെ അദ്ദേഹം ഡമാസ്കസിലെ യൂണിവേഴ്സിറ്റിയിൽ അറബി സാഹിത്യത്തിന് ചേർന്നു. ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുണ്ടാകുന്നത്. പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ അഥവാ PFLPയുടെ സ്ഥാപകനും ഫലസ്തീൻ വിമോചന പോരാളിയുമായ ജോർജ് ഹബ്ബാഷിനെ കനഫാനി കണ്ടുമുട്ടുന്നത് ഇവിടെ നിന്നാണ്. എന്നാൽ ജോർജ് ഹബ്ബാഷുമായുള്ള ആ രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ കനഫാനിയെ ഡമാസ്കസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കി. ഹബ്ബാഷ് നേതൃത്വം നൽകിയ മൂവ്മെന്റ് ഓഫ് അറബ് നാഷണലിസ്റ്റ് എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു എന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കുന്നത്. ജോർജ് ഹബ്ബാഷുമായുള്ള രാഷ്ട്രീയ ബന്ധത്തിന്റെ പേരിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കനഫാനി 1956 അധ്യാപക ജോലി തുടരുന്നതിനായി സഹോദരങ്ങൾക്കൊപ്പം കുവൈത്തിലേക്ക് കുടിയേറി. അവിടെ വെച്ച് അദ്ദേഹം റഷ്യൻ സാഹിത്യത്തിൽ പഠനം നടത്തുകയും ജോർദാൻ പത്രമായ അൽ റായുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. നേരത്തെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്താക്കപ്പെടാൻ കാരണമായ മൂവ്മെന്റ് ഓഫ് അറബ് നാഷണലിസ്റ്റ് എന്ന സംഘടനയിൽ അഫിലിയേഷനുള്ള പത്രമായിരുന്നു ഇത്. 1960 കനഫാനി വീണ്ടും ലെബനിലേക്ക് തിരിച്ചു വന്നു. ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ രണ്ടാം വരവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഘട്ടമായിരുന്നു. ഇവിടെ വെച്ച് അദ്ദേഹം അറബ് നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായുള്ള നിരവധി പത്രങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും പ്രവർത്തിച്ചു. കനഫാനി എന്ന ജേർണലിസ്റ്റിനെ അടയാളപ്പെടുത്തിയ വർഷങ്ങളായിരുന്നു അദ്ദേഹം ലെബനിലേക്ക് തിരികെ എത്തിയ 1960 മുതലുള്ള വർഷങ്ങൾ. ഹബ്ബാഷിന്റെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളോട് കനഫാനി കൂടുതൽ ആകൃഷ്ടനാകുന്നതും അത്തരം ഫിലോസഫികൾ കൂടുതലായി വായിക്കുന്നതും എഴുതുന്നതുമെല്ലാം ഈ ഘട്ടത്തിലാണ്. PFLPയുടെയും അറബ് നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെയും ഭാഗമായ നിരവധി പ്രസിദ്ധീകരണങ്ങളിൽ ഈ ഘട്ടത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അതിൽ സോവിയറ്റ് യൂണിയന്റെയും ഈജിപ്തിന്റെയും പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ലോട്ടസ് എന്ന മാസിക ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അറബ് നാഷണലിസ്റ്റ് മൂവ്മെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതായിരുന്നു ഈ ഘട്ടത്തിലുള്ള കനഫാനിയുടെ ജേർണലിസ്റ്റ് വർക്കുകൾ. ഇക്കാലയളവിൽ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ ഇല്ലാത്തതിന്റെ പേരിൽ ഒളിവിൽ കഴിയേണ്ട സാഹചര്യവും ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. മനുഷ്യാവകാശ പ്രവർത്തകയും അധ്യാപകയുമായ ആനി ഹോവറിനെ വിവാഹം കഴിച്ചതും ലെബനനിലെ ഈ ജീവിത കാലയളവിൽ തന്നെയാണ്.
രാഷ്ട്രീയ പ്രവർത്തകനായും ജേർണലിസ്റ്റായും ലോകം കനഫാനെ അടയാളപ്പെടുത്തിയപ്പോഴും അദ്ദേഹം തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായി കണ്ടത് സാഹിത്യം തന്നെയായിരുന്നു. അനേകം നോവലുകളും ചെറുകഥകളും എഴുതിയ കനഫാനെ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൊക്കെയും ഫലസ്തീൻ ജീവിതം അടയാളപ്പെടുത്തി. നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം തന്റെ സാഹിത്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ഫലസ്തീൻ ബാല്യങ്ങൾ എങ്ങനെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അടയ്ക്കപ്പെട്ടു എന്ന് കഥകളിലൂടെ രേഖപ്പെടുത്തിക്കൊണ്ടാണ്. ആ കഥകളാകട്ടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ഫലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതുമായിരുന്നു. ഫലസ്തീൻ ജീവിതങ്ങൾ അടയാളപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ എഴുത്തുകൾ പ്രതിരോധ സാഹിത്യമായി അറിയപ്പെട്ടു. സാഹിത്യം കൊണ്ട് പ്രതിരോധം തീർക്കാമെന്ന് തന്റെ എഴുത്തുകളിലൂടെ കനഫാനെ തെളിയിച്ചു. ഒന്നാം നഖബയെ തുടർന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ അടയ്ക്കപ്പെട്ട ഫലസ്തീൻ ജീവിതങ്ങളിലെ നിരാശയെക്കുറിച്ച് എഴുതിയ മെൻ ഇൻ ദി സൺ, 1948 യുദ്ധത്തിൽ അനാഥരായ മറിയത്തെയും അവളുടെ സഹോദരൻ ഹമീദിനെയും കുറിച്ച് എഴുതിയ ഓൾ ദാറ്റ്സ് ലെഫ്റ്റ് യു, അധിനിവേശ ശക്തികൾക്കെതിരെ ആയുധമെടുക്കാൻ സ്വന്തം മകനെ പ്രേരിപ്പിക്കുന്ന മാതാവിന്റെ കഥ പറയുന്ന ഉംസാദ്, 1948 യുദ്ധത്തിൽ മകനെ വീട്ടിൽ ഉപേക്ഷിക്കേണ്ടി വന്ന മാതാപിതാക്കൾ ഹൈഫയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന കഥ പറയുന്ന ഐദ്ലെ ഹൈഫ തുടങ്ങിയവയെല്ലാം കനഫാനയുടെ പ്രധാന സാഹിത്യ കൃതികളാണ്. അധിനിവേശവും വംശത്തെയും മുറിപ്പെടുത്തിയ ഫലസ്തീൻ ജീവിതങ്ങളുടെ കഥകളാണ് ഈ കൃതികളൊക്കെയും പറയുന്നത്. 1972 കനഫാനി കൊല്ലപ്പെടുന്നത്. ബെയ്റൂത്തിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ സേന കനഫാനയുടെ കാറിൽ ബോംബുകൾ സ്ഥാപിച്ചായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നത്. 17 വയസ്സ് മാത്രം പ്രായമുള്ള മരുമകളും അന്ന് അദ്ദേഹത്തോടൊപ്പം ഈ കാറിൽ വെച്ച് കൊല്ലപ്പെട്ടു. ദിവസങ്ങൾക്ക് മുൻപ് തെല്ലവീവിനടുത്തുള്ള ലോഡ് എയർപോർട്ടിൽ നടന്ന കൂട്ടക്കൊലയ്ക്ക് പകരമായിട്ടാണ് കനഫാനിയെ കൊലപ്പെടുത്തിയത് എന്നായിരുന്നു മൊസാദിന്റെ വാദം. ലോഡ് എയർപോർട്ടിൽ ആക്രമണം നടത്തിയത് PFLP റിക്രൂട്ട് ചെയ്ത ജാപ്പനീസ് റെഡ് ആർമി പ്രവർത്തകരാണെന്ന് കണ്ടെത്തിയിരുന്നെന്നും മൊസാദ് പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ലോഡ് എയർപോർട്ടിൽ ആക്രമണം നടക്കുന്നതിന് മുൻപ് തന്നെ കനഫാനിയെ കൊലപ്പെടുത്താൻ മൊസാദ് പദ്ധതി ഇട്ടിരുന്നുവെന്നാണ് പിന്നീട് വന്ന റിപ്പോർട്ടുകൾ. ഒരിക്കലും തോക്ക് ഉപയോഗിക്കാത്ത ഒരു പോരാളിയായിരുന്നു കനഫാനി. ഒരു ബോൾ പോയിന്റ് പേനയായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധം. കനഫാനി കൊല്ലപ്പെട്ടപ്പോൾ ലെബനനിലെ ദി ഡെയിലി സ്റ്റാർ പത്രത്തിലെ അനുശോചനക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു: 36 വയസ്സ് വരെ മാത്രം ജീവിച്ച ഫലസ്തീന്റെ സ്വാതന്ത്ര്യ സ്വപ്നം കണ്ട ആ പോരാളിയുടെ ജീവിതത്തെ ഇതിനപ്പുറം അടയാളപ്പെടുത്താൻ കഴിയുന്ന മറ്റൊരു വാചകവുമില്ല.